നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കോഴിക്കോട് പിതാവ് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ മകനെതിരെ കേസ്. കുന്നമംഗലം സ്വദേശി ഹമീദിനെതിരെയാണ് നടപടി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, വോട്ട് രേഖപ്പെടുത്തൽ അതീവ രഹസ്യ സ്വഭാവത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ് നിയമം. ഇത് ലംഘിക്കപ്പെട്ടതിനാണ് നിലവിൽ ഹമീദ് എന്ന കുന്നമംഗലം സ്വദേശിക്കെതിരെ ജനപ്രാതിനിധ്യ നിയമം ഉപയോഗിച്ച് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. കുന്നമംഗലത്തുള്ള മൂസ എന്നയാൾക്ക് ഹോം വോട്ടിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഈ മൂസയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ മകൻ മൂസ വോട്ട് ചെയ്യുന്നത് മൊബൈലിൽ പകർത്തിയത്. തുടർന്ന് ARO കുന്നമംഗലം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 128 വകുപ്പ് ചേർത്താണ് കേസ്. ഏതായാലും പോലീസ് അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുക്കും. അത് കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ ഈ ഹമീദിന്റെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തുകയും ചെയ്യും. ഉന്മേഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്. കൊടുംചൂടിൽ പാലക്കാട് 2 ദിവസത്തിനിടെ 2 മരണം. സൂര്യാഘാതമേറ്റ് കുത്തന്നൂർ സ്വദേശി ഹരിദാസനും നിർജ്ജലീകരണം സംഭവിച്ച് ഷോളയൂർ ഊത്തുകുഴി സ്വദേശി സെന്തിലും മരിച്ചു. ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ്. കൊടും ചൂടിൽ ജില്ലയിൽ മാത്രം 2 ദിവസത്തിനിടെ ജീവൻ നഷ്ടമായത് 2 പേർക്ക്. കുത്തന്നൂർ പനയങ്കടം വീട്ടിൽ ഹരിദാസന് മരിച്ചത് ഞായറാഴ്ച. വീട്ടുകാർ പുറത്തുപോയി തിരികെ വരുമ്പോൾ പറമ്പിൽ കിടക്കുകയായിരുന്ന ഹരിദാസന്റെ ദേഹത്ത് പൊള്ളലേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് സൂര്യാഘാതമേറ്റതെന്ന് വ്യക്തമായത്. അട്ടപ്പാടി ഷോളയൂർ ഊത്തുകുഴി സ്വദേശി ഷെന്തിലിന്റെ മരണം നിർജ്ജലീകരണം മൂലമാണെന്നും തെളിഞ്ഞു. ഇന്നലെ രാത്രിയാണ് ഷെന്തിലിനെ സുഹൃത്തിന്റെ വീടിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയത്. കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാടാണ്. 41 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. 24 പാലക്കാട്. സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 39 ദിവസത്തെ പ്രചാരണത്തിന് ശേഷം കേരളം വെള്ളിയാഴ്ച ബൂത്തിലെത്തും. കുട്ടിക്കലാശം ആവേശത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. അണമുറിയാതെ ആരോപണങ്ങളും വിവാദങ്ങളും നിഴലിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കുട്ടിക്കലാശത്തിലേക്കെത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ഇങ്ങനെ: ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. രാജ്യത്തിന്റെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. രാജ്യത്തിന്റെ ഭാവി രക്ഷിക്കാനൊരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. അതാണല്ലോ ഗാർഡിയൻ അടക്കം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കേരളീയർ കാണുന്നത് ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരുണ്ട്. അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അവരങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം അങ്ങോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണ് NSSനും ഓർത്തഡോക്സ് സഭയ്ക്കും. സ്ഥാനാർത്ഥികളെ നോക്കി സമുദായാംഗങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഒരേ സമീപനമാണ് സഭയ്ക്കുള്ളതെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. പ്രത്യേകിച്ച് നമുക്ക് യാതൊരു പാർട്ടിയോടും പ്രത്യേക വിരോധവും ഇല്ല, യാതൊരു പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യവുമില്ല. അങ്ങനെ ഒരു സമദൂര സിദ്ധാന്തമാണ് നമുക്കുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ന്യൂനപക്ഷങ്ങളെന്നാൽ LDFനും UDFനും ഒരു കണ്ണു മാത്രമെന്ന് K. സുരേന്ദ്രൻ ആരോപിച്ചു. കോട്ടയത്ത് ലവ് ജിഹാദ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് സഭാ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. അതേസമയം തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള അശ്ലീല പ്രചാരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിലെ UDF സ്ഥാനാർത്ഥി KK ശൈലജ വക്കീൽ നോട്ടീസ് അയച്ചു. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ സമാപനം കുറിച്ച് വടകര ടൗണിൽ കേന്ദ്രീകൃത കുട്ടിക്കലാശം ഒഴിവാക്കാൻ ധാരണ. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കുട്ടിക്കലാശം ഒഴിവാക്കാൻ തീരുമാനിച്ചത്. പ്രകടനങ്ങൾ, തുറന്ന വാഹനത്തിലെ പ്രചാരണം തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി PV അൻവർ MLA. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളയാളാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയമുണ്ടെന്നും DNA പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നും PV അൻവർ. അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടാവും? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA
പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ എ വിജയരാഘവന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് LDF ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് PV അൻവറിന്റെ പരാമർശം. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. അൻവറിനെ കയറൂരി വിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുമെന്ന്. പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാണ്. അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ MLA. ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശം നടത്തിയിട്ടുണ്ട്. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. PV അൻവർ MLA ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. അൻവറിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഒഴിഞ്ഞുമാറി. PV അൻവറിനെതിരെ നിലമ്പൂരിൽ UDF പ്രവർത്തകർ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ അൻവർ MLAയുടെ അധിക്ഷേപ പരാമർശം അവസാന ലാപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് UDF തീരുമാനം. ഒഴിവാക്കാമായിരുന്ന വിവാദമെന്നാണ് ഇടത് ക്യാമ്പിലെ സംസാരം. രാജേഷ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് 24. PV അൻവറിനെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. PV അൻവറിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. കോഴിക്കോട് തിരുവണ്ണൂരിലെ വീട്ടിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, വിശദാംശങ്ങൾ. ഉന്മേഷ്, രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവറിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. PV അൻവറിന്റെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ PV അൻവറിന്റെ ഭാര്യ വീട്ടിലേക്കും കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. കോഴിക്കോട് തിരുവണ്ണൂരിലെ വീട്ടിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പിന്നാലെ പോലീസ് ഇടപെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുമായിരുന്നു. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്ന്, കോഴിക്കോട്. കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ പ്രചാരണ നോട്ടീസിൽ EP ജയരാജന്റെ പേര്. നാട്ടുകാർക്ക് വിതരണം ചെയ്ത നോട്ടീസിലാണ് LDF കൺവീനറുടെ പേരുള്ളത്. NDA സ്ഥാനാർത്ഥി മികച്ച ആളാണ് എന്ന് EP ജയരാജൻ പോലും സമ്മതിച്ചുവെന്നാണ് നോട്ടീസിലെ വാചകം. പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ് LDF കൺവീനറുടെ പേര് വെച്ചുള്ള BJP നോട്ടീസ്. ഗുരുതര വെളിപ്പെടുത്തലുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കണ്ണൂരിലെ മുതിർന്ന CPIM നേതാവിനെ BJPയിൽ ചേർക്കാനാണ് TG നന്ദകുമാർ താനുമായി സൗഹൃദം സ്ഥാപിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. TG നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത് ഭൂമി ഇടപാടനാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ തെളിവുകൾ TG നന്ദകുമാർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിശദീകരണം. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്ന് അനിൽ ആന്റണി പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയതിന്റെ ബാങ്ക് റെസീറ്റ് TG നന്ദകുമാർ പുറത്തുവിട്ടതിന് മണിക്കൂറുകൾക്കകമാണ് കടുത്ത ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJPയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. എന്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എന്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭൂമി ഇടപാടിനാണ് പണം വാങ്ങിയതെന്നും സ്ഥലം വാങ്ങാത്തതുകൊണ്ടാണ് പണം തിരികെ നൽകാത്തതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ വിശദീകരണം. CBI സ്റ്റാൻഡിംഗ് കൌൺസിൽ നിയമനത്തിനായി വന്ന കോൾ ലെറ്റർ, അനിൽ ആന്റണിക്കെതിരായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR, പണം നൽകിയ ദിവസത്തെ ഫോട്ടോ എന്നിവയാണ് ഇന്ന് TG നന്ദകുമാർ പുറത്തുവിട്ടത്. NDA വന്നാലും ഇന്ത്യ സഖ്യം വന്നാലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാകുമെന്നും നന്ദകുമാർ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പണം കൊടുത്ത ഞാൻ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണ്, പണം സ്വീകരിച്ച അദ്ദേഹവും തെറ്റുകാരനാണ്. അപ്പൊ രണ്ടുപേർക്കും ഇതിന് ബാധ്യതയുണ്ട്. ഞാനത് ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് എന്നും നന്ദകുമാറിനെതിരെ പരാതി നൽകുമെന്നും അനിൽ ആന്റണി. വല്ലവരുടെയും ചിത്രം പുറത്തു വിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇതാണോ നിങ്ങളുടെ ചർച്ചാ വിഷയം? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റുകൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കും. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങളെന്ന ആക്ഷേപമുള്ളതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് TG നന്ദകുമാറിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി.
രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ ഉറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നും ഒരു വിഭാഗത്തിന്റെ സമ്പത്ത് കോൺഗ്രസുകാർ തട്ടിയെടുക്കുമെന്നും മോദി ആവർത്തിച്ചു. മോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരായ പരാതി പരിശോധിച്ചു വരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിനു വേണ്ടിയാണ് മോദി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അതീതനല്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരായി രാജസ്ഥാനിൽ നടത്തിയ വിവാദ പരാമർശം ശരിയാണെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. കോൺഗ്രസുകാർ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുമെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകുമെന്നും നരേന്ദ്രമോദി രാജസ്ഥാനിൽ ഇന്നും ആവർത്തിച്ചു. मैंने सत्य रखा देश के सामने. कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है. വിവാദ പ്രസംഗത്തിനെതിരെ പരാതി ലഭിച്ചതായും പരിശോധിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ രാജസ്ഥാനിലെ ബൻവാഡ ജില്ലാ ഭരണകൂടത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രമാണ് വർഗീയ പരാമർശങ്ങളെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അധീനനല്ലെന്ന് CPIM PB അംഗം ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. The Prime Minister is a citizen of India. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. പ്രധാനമന്ത്രി വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണെന്നും BJP വർഗീയ കാർഡിറക്കി കളിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഭിന്നിപ്പിന്റെ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. പരാമർശത്തിനെതിരെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഭയന്നാണ് BJP നേതാക്കളുടെ വിദ്വേഷ പ്രസംഗമെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പ്രതികരിച്ചു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം ഏറ്റെടുത്ത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്യത്ത് ശരിയത്ത് നിയമം നടപ്പാക്കുമെന്നും ജനങ്ങളുടെ സ്വത്ത് പുനർവിതരണം ചെയ്യുമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. അംബേദ്കർ എഴുതിയ ഭരണഘടന വേണോ ശരിയത്ത് വേണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ അമറോഹയിൽ പ്രസംഗിച്ചത്. जब कांग्रेस के घोषणा पत्र को आप देखते हैं, दो बातें उन घोषणा पत्र में नजर आती हैं. एक, कांग्रेस कहती है कि हम व्यक्तिगत कानून को लागू करके सरिया कानून को लागू करवा देंगे. इसका मतलब बाबा साहब भीमराव अंबेडकर के द्वारा बनाए गए संविधान के लिए ये लोग खतरा पैदा करना चाहते हैं, यानी देश के संविधान को एक खतरे में डालना चाहते हैं. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. പൂരവുമായി ബന്ധപ്പെട്ട വിവാദം പരസ്പരം ആയുധമാക്കുകയാണ് LDFും UDFും. വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ടതില്ല എന്നാണ് BJP നിലപാട്. അതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ ആമിക്കസ് ക്യൂറി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പൂരവിവാദത്തിൽ BJPക്കെതിരെ ആഞ്ഞടിക്കുകയാണ് LDF. വിവാദം വോട്ടാക്കാൻ ചില മുന്നണികൾ ശ്രമിച്ചുവെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 24നോട്. അപ്പോൾ ഈ പൂരം പൊളിച്ചു എന്ന് പറയുന്നവരുടെ നേട്ടം ഉണ്ടാക്കുന്ന ആരാണ്? ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ചെന്ന് വളരെ സന്തോഷത്തിലാണ്. എന്താണ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാമെന്ന് വിചാരിച്ച് ഇതിനെ ശബരിമലയാക്കി കളയാമെന്ന് പറഞ്ഞു പോയ ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട ഒരാചാരവും മുടക്കിയിട്ടില്ലെന്ന മന്ത്രി K രാജൻ. ഈ പൂരത്തിൽ ഒരാചാരവും മുടങ്ങിയില്ല. ഒരാചാരവും പൂര നടത്തിപ്പുമായി മുടങ്ങിയില്ല. വെടിക്കെട്ടിൻ്റെ സമയത്തിന് വൈകി. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് തള്ളിക്കയറി വന്ന ആളുകളെ കൂടി ഒഴിവാക്കാനുള്ള സമയമെടുക്കുകയും പൂരത്തിൻ്റെ നിറയ്ക്കാനുള്ള സമയത്തിന് ഇത്തിരി അധിക നേരം എടുക്കൊണ്ടാണ്. പൂരവിവാദം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന നിലപാടിലാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പൂരത്തിന് ശേഷം ചിലയിടങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തിയെന്ന് പറഞ്ഞ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പൂരത്തിന് പോലീസ് അഴിഞ്ഞാടാൻ കാരണം സംസ്ഥാന സർക്കാരാണെന്നും കുറ്റപ്പെടുത്തി. ഒരു പൂരം നടത്തിപ്പ് ഭംഗിയാവേണ്ട ഘട്ടത്തിൽ അതിന് വിഘ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള അധികാരം മന്ത്രിമാർക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് പൂരം സമയത്ത് പോലീസ് അഴിഞ്ഞാടിയതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ്. എത്ര കൈകഴുകിയാലും സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ സാധ്യമല്ല. പൂരത്തിലെ പോലീസ് ഇടപെടലിൽ സർക്കാർ ഉൾപ്പെടെയുള്ളവരോട് ഹൈക്കോടതി വിശദീകരണം തേടി. ആചാരങ്ങളിലടക്കം പോലീസ് ഇടപെട്ടെന്നാണ് ഹർജിക്കാരന്റെ ആരോപണം.
ഹർജി അടുത്ത മാസം 22-ന് വീണ്ടും പരിഗണിക്കും. ഇതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിനെതിരെ അമിക്കസ് ക്യൂറി രംഗത്തെത്തി. ഹൈക്കോടതി ഏത് ഉത്തരവിട്ടാലും അനുസരിക്കില്ലെന്ന് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. 24 തൃശൂർ. സമസ്ത ലീഗ് ബന്ധത്തിലെ അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന സമസ്ത നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് നേതാക്കൾ അറിയിച്ചു. സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ വിധേയത്വമോ വിരോധമോ ഇല്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. അതിനിടെ CPIഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തി. സുപ്രഭാതം കത്തിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമസ്തയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ലീഗുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ അഭിപ്രായം വ്യക്തിപരമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. അതിന് സമസ്ത നയം ഞാൻ കുറെ മുമ്പ് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഇനി ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. സമസ്തന്റെ നയം ഞാൻ പറഞ്ഞതാണ്, അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമർ ഫൈസിയുടെ നിലപാടിനെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പ്രതികരണം ഇങ്ങനെ. സമസ്തക്ക് രാഷ്ട്രീയമല്ല, സമസ്തയിലുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട്. സമസ്തയിലുള്ളവരുടെ രാഷ്ട്രീയ മഹാഭൂരിപക്ഷവും ലീഗ് പ്രവർത്തകരാണ്. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. CPIഎമ്മിനെതിരെ വിമർശനവുമായി SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി. BJP ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോറ്റാൽ മതി എന്നാണ് CPIഎമ്മിന്റെ നിലപാടെന്ന് വിമർശനം. കോൺഗ്രസ് അല്ലാത്ത, നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കുകയും ആ ഭരണം തകിടമറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ CPഎമ്മിന്റെ 2-3 MP കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തി. സമസ്തയുമായി പ്രശ്നങ്ങളില്ലെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും വോട്ട് ചോരുമോ എന്ന ആശങ്ക ലീഗിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPയുടെ കെണിയിൽ വീഴരുത് എന്ന് പ്രകാശ് രാജ് 24നോട്. കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ പ്രധാനമന്ത്രി 3000 കോടിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ സെൽഫി എടുക്കുകയായിരുന്നുവെന്നും പ്രകാശ് രാജിന്റെ വിമർശനം. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പ്രകാശ് രാജ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ വികസനം നടപ്പാക്കുമെന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ കർഷകർ വരൾച്ചയിൽ പൊറുതിമുട്ടിയപ്പോൾ ദുരിതാശ്വാസ ഫണ്ട് നൽകണമെന്ന് പോലും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടില്ലെന്ന് വിമർശനം. These two fellows, this finance minister, this Rajiv Chandrasekhar, this 25 MPs from Karnataka or BJP, why are they not getting our drought money? I have come in search of him. I want to ask questions. What are you doing here? Why are you not there? Because my farmers are suffering with drought. Why have you not asked your Rajavu to release our money? And what are you promising here? കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത പാർട്ടിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചോദിക്കുന്നതെന്നും പ്രകാശ് രാജ്. It has arrested your own journalist. When you were struggling in the floods, this party's Rajavu was taking selfie with a 3,000 crore statue when Kerala needed 10,000 crores to stand on its foot. But they just gave 500 or 600 crores. And where was this man? സത്യവാങ്മൂലത്തിൽ വരുമാനം സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചത് തെറ്റായ വിവരങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ BJPയുടെ കെണിയിൽ വീഴരുതെന്നും പ്രകാശ് രാജ് പറഞ്ഞു. 24 തിരുവനന്തപുരം. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. വോട്ട് മുടങ്ങും എന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ. തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണം എന്നാണ് നിർദ്ദേശം. ഇത് പ്രായോഗികമല്ല എന്ന പരാതി ഉയരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നുവെന്നാരോപിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്നുവെന്നാണ് അസോസിയേഷന്റെ പരാതി. ഡ്യൂട്ടിക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നവർക്ക് കൗണ്ടിംഗ് ദിവസത്തിന് മുൻപായി വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കൃത്യമായി ആബ്സെന്റീസിന്റെ വോട്ട് പ്രായാധിക്യമുള്ളവർക്ക് വീട്ടിലടക്കം ചെന്ന് വോട്ടവകാശം നൽകുന്ന സാഹചര്യത്തിൽ അത്രമാത്രം ശക്തമായ ജനാധിപത്യമുള്ള നാടാണ് നമ്മുടേത്. NRIs ആയിട്ടുള്ളവർക്കടക്കം പ്രോക്സി വോട്ടടക്കം അനുവദിച്ചുകൊണ്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ ഇലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായി ക്രമസമാധാന പരിപാലനത്തിനായി നിയോഗിക്കപ്പെടുന്നവർക്ക് അത് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തപാൽ വോട്ടിന് അപേക്ഷിച്ചവർ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോയി വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരാതി. വോട്ട് മുടങ്ങുമെന്നാണ് ആശങ്ക. പോസ്റ്റൽ ബാലറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്.
ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 2 വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് ഉള്ളത്. വടകര കോൺസ്റ്റിറ്റ്യുവൻസിലെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ വടകര ഗസ്റ്റ് ഹൗസിലാണ്. കോഴിക്കോടുള്ളത് നമ്മുടെ സിവിൽ സ്റ്റേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എവിടെയാണെങ്കിലും സ്വന്തം മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലാ കളക്ടറേറ്റുകളിലും വരണാധികാരികളുടെ ഓഫീസിലും സജ്ജമാക്കിയ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കണ്ണൂർ മട്ടന്നൂർ കൊളാരിയിൽ ഉഗ്രശേഷിയുള്ള 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. പാടത്ത് ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. സജോ, വിവരങ്ങൾ. ഉന്മേഷം, മട്ടന്നൂർ കൊളാരിയിലാണ് ഉഗ്രശേഷിയുള്ള 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഈ ബോംബ് ശേഖരം ആദ്യം പെടുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് ബോംബ് സ്ക്വാഡിന്റെ സഹായത്തോടുകൂടി സ്ഥലത്തെത്തി ബോംബുകൾ കണ്ടെടുക്കുകയും പിന്നീട് നിർവീര്യമാക്കുകയും ചെയ്തു. ഈ മേഖലയിൽ RSSന്റെ ഒരു കാര്യാലയവും ബാലമന്ദിരവും അവരുടെ നിയന്ത്രണത്തിലൊരു ബാലമന്ദിരവും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പോലീസോ ബന്ധപ്പെട്ട ഏജൻസികളോ എന്തെങ്കിലും തരത്തിൽ മറ്റ് കണ്ടെത്തലുകളിലേക്ക് കടന്നതായി അറിയിക്കുന്നില്ല. ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കി മറ്റ് തുടരന്വേഷണത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ ആരോപണം ഇവിടെ പ്രാദേശികമായി CPIM നേതൃത്വമടക്കം RSSന്റെ ശക്തി കേന്ദ്രമാണ്. ആ മേഖലയിൽ ബോംബ് നിർമ്മാണം നാളുകളായി നടക്കുന്നുണ്ട് എന്ന് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നു. നാട്ടുകാർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു. പിന്നാലെ സംഭവ സ്ഥലത്തെത്തുന്നു. ഉഗ്രശേഷിയുള്ള ബോംബുകൾ തന്നെയാണ്, സമീപകാലത്ത് തന്നെ നിർമ്മിച്ചതാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് ആര് നിർമ്മിച്ചു, അതിന്റെ പിന്നിൽ ആരെല്ലാമാണ്, എന്താണ് ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളിലേക്കും അത് സൂക്ഷിച്ചത് ആരാണ് എന്നതൊക്കെ കണ്ടെത്താനുള്ള ശ്രമം നടത്തും എന്ന് പോലീസ് പറയുന്നുണ്ട്. ബക്കറ്റിലാക്കിയാണ് പാടത്തോട് ചേർന്ന് സ്ഥലത്ത് ഇത് സൂക്ഷിച്ചിരുന്നത്. സാധാരണഗതിയിൽ ബോംബുകൾ ഇങ്ങനെ ഇത്തരം സ്ഥലങ്ങളിൽ ഒഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ബോംബുകൾ ഒളിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ കണ്ണൂർ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ RSSനെതിരെ CPIM രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് പക്ഷേ വിശദമായ അന്വേഷണം നടത്തുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ചീമേനിയിലെ ഇരട്ട വോട്ട് പരാതിയിൽ നടപടി. BLO M രവിയെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നുവെന്ന ആരോപണവുമായി ആന്റോ ആന്റണി പരാതി നൽകി. തൃശൂരിൽ നിരവധി പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്നുള്ള പരാതിയും ഉയർന്നു. നമുക്കൊരു വീട്ടനായിരിക്കും ഇവിടെ ഇന്നലെ വന്നിട്ട് ജയറാമൊക്കെ എന്നോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലപ്പാ വോട്ട് ചെയ്യുന്ന ചെയ്തു വിട്ടത്. നമ്മത് ഇത്ര ഈസാക്കി ഇത്. പക്ഷേ അവിടെ നിന്ന് വിളി വരുമ്പോൾ നമുക്ക് പേടിയായി, നമുക്ക് പ്രശ്നമാണ്. ഇത് നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3-4 കേസുണ്ട്. 20 നമ്പർ ബൂത്തിലെ BLO M രവിയുടെ ഓഡിയോ സന്ദേശവുമായാണ് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി MV ശില്പരാജ് കലക്ടർക്ക് പരാതി നൽകിയത്. ശില്പരാജിന്റെ ഇരട്ട വോട്ട് റദ്ദാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതോടെ ഇക്കാര്യം അന്വേഷിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു BLO രവിയും സംഘവും. ഇതിനിടയിലാണ് 5ഇടത്ത് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയെന്നും താനത് റിപ്പോർട്ട് ചെയ്യാത്തത് ഇടതുപക്ഷത്തിന് അധിക വോട്ട് ലഭിച്ചോട്ടെ എന്ന് കരുതിയാണെന്നും M രവി ശില്പരാജിനോട് പറഞ്ഞത്. അന്വേഷണ വിധേയമായാണ് M രവിക്കെതിരായ നടപടി. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി കള്ളവോട്ടിനായി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നതായി ആരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇടതുമുന്നണിക്കാർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ശാന്തി ഓഡിറ്റോറിയത്തിൽ ഒരു യോഗം ചേർന്നു. സ്ഥിരമായി ബാങ്ക് ഇലക്ഷനിൽ കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന 309 പേരുടെ യോഗമാണ് ചേർന്നത്. ഒരു CPM MLA ആണ് അവർക്ക് ക്ലാസ് എടുത്തത്. എന്ത് ജനാധിപത്യം! കള്ളവോട്ട് ചെയ്യുന്നവർക്ക് ക്ലാസ് എടുക്കാൻ ഒരു MLA പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? തൃശൂരിൽ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരെന്ന പേരിൽ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്തെന്നും പരാതി ഉയർന്നു. 73 പേരുടെ വോട്ടുകൾ ചേർത്തുവെന്നാണ് LDFന്റെ പരാതി. തിരുവനന്തപുരം പാറശാലയിൽ ജീവിച്ചിരിക്കുന്ന 3 വയോധികരെ മരിച്ചെന്നുകാട്ടി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണമുണ്ട്. 24 കാസർഗോഡ്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 24ന്റെ സൈക്കിൾ യജ്ഞത്തിലേക്ക്. വോട്ടേഴ്സിനോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാൻ എത്തിയപ്പോൾ 24 ടീം കൊല്ലം മണ്ഡലത്തിലെ സാമ്പ്രാണിക്കൊടിയിലും എത്തി. വോട്ട് വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും പങ്കുവെച്ച് സഞ്ചാരികളും ഒപ്പം കൂടി.
ജില്ലയിലെ പ്രാക്കുളത്തുള്ള സാമ്പ്രാണിക്കോടി എന്ന് പറഞ്ഞ സ്ഥലം ദ്വീപാണ്. അത് കായൽ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം. ഈ സോഷ്യൽ മീഡിയ വഴി ഈയിടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമുണ്ടെന്ന് കൂടുതൽ പേര് അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ കൊല്ലം ജില്ലയുടെ അതിമനോഹരമായ ഒരു പ്രദേശത്താണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല ചൂടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിനും യാതൊരു കുറവുമില്ല. മുകേഷിനാണോ NK പ്രേമേന്ദ്രനാണോ ഒപ്പം കൃഷ്ണകുമാറിനാണോ ഇത്തവണ സാധ്യത എന്ന് അറിയണം അല്ലേ? അതെ, തീർച്ചയായിട്ടും നമുക്കിപ്പം ഈ അവരുടെ വോട്ട് വിശേഷങ്ങൾ അറിയാം. അതിനൊപ്പം തന്നെ എനിക്ക് അക്കരെ പോയെന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട് കേട്ടോ. ശരിക്കും ചൂടായതുകൊണ്ട് കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അല്ലേ? തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട്. ചേട്ടന്റെ മണ്ഡലം എവിടെയാണ്? എന്റെ നിയമസഭാ മണ്ഡലം എന്റെ കുണ്ട്രയാണ്. ലോക്സഭാ മണ്ഡലം കൊല്ലം തന്നെ. എങ്ങനെയാ കൊല്ലത്തുള്ളൊരു സാധ്യത എങ്ങനെയാ? കൊല്ലത്ത് നല്ല മത്സരമല്ലേ? നല്ലത് എല്ലാ സ്ഥാനാർത്ഥികളും നല്ലതാണ്. നല്ല മത്സരം. എല്ലാ സ്ഥാനാർത്ഥികളും നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ചേട്ടൻ ഒരു പ്രവാസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഇപ്പം അവിടുത്തെയൊക്കെ ടൂറിസം മേഖലയൊക്കെ ചേട്ടൻ കാണുന്ന ആളാണല്ലോ. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടേക്ക് എന്തൊക്കെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് അഭിപ്രായം? കൂടുതൽ ഡിജിറ്റലൈസേഷൻ ഒരു മെയിൻ കേസാണ്. നമുക്ക് ക്യാഷ്ലെസ് ആണ് എല്ലായിടും. ഇപ്പം ഇവിടെ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഉണ്ടെന്നുള്ള ഞാൻ ഈ ഏരിയ കുറച്ചൊക്കെ രാവിലെ വന്ന പാർക്കിംഗ് അത് ക്യാഷ്ലെസ് ആണ്. അല്ല, ക്യാഷ്ലെസ് അല്ല, ക്യാഷ് ആണ്. കുറച്ചുകൂടെ അത് വരണം. പിന്നെ വേറെ എന്താണ്, എല്ലാം ഇപ്പൊ നമ്മള് വേറെ ദുബായി ആയിട്ടൊന്നും മാച്ച് ചെയ്യാൻ ഇവിടെ ഇപ്പൊ നിലവിലൊക്കത്തില്ല. രണ്ട് ചേട്ടന്മാര് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാൻ തോന്നുന്നു അല്ലേ? എവിടുന്നാ? ഞാൻ ഇപ്പോൾ കൊല്ലത്തുനിന്നാണ് വരുന്നത്. സ്റ്റേറ്റ്സിലാണ് താമസം. ശരി. അപ്പൊ അവിടേക്ക് നിന്നിട്ട് ഇവിടുത്തെ ഇലക്ഷന്റെ പരിപാടികളൊക്കെ നോക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ 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 ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ഇലക്ഷനാണ്. അവിടെ ഉള്ള മലയാളികൾ കേരളത്തിലെ ഇലക്ഷൻ ഇവിടുത്തെ ഇതിലും വളരെ ഗൗരവമായിട്ട് കാണുന്ന. അതെ, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പ്രവാസികളാണ് ഒരുപക്ഷെ ഇവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ചർച്ചകളും ഡിബേറ്റുകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് അതുല്യ സംഭാവനകൾ നൽകിയ നിർമ്മാതാവ് MC പുന്നൂസ് എന്ന നവോദയ അപ്പച്ചന് ഓർമ്മയായിട്ട് ഇന്ന് 12 വർഷം. മലയാള ചരിത്ര രംഗത്തെ ഓരോ പരിഷ്കാരവും അപ്പച്ചന് പുത്തൻ വിശേഷണങ്ങൾ ചാർത്തി നൽകി. സഹോദരൻ കുഞ്ചാക്കോയ്ക്കൊപ്പം മലയാളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ സ്ഥാപിച്ചാണ് നവോദയ അപ്പച്ചൻ മലയാള സിനിമയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങുന്നത്. സഹോദരന് കീഴിൽ ബാലപാഠങ്ങൾ പഠിച്ച അപ്പച്ചൻ നൂതന സാങ്കേതിക വിദ്യകൾ മലയാളത്തിലേക്ക് എത്തിച്ചു. ഇന്ത്യയിലെ ആദ്യ 3D ചലച്ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ നിർമ്മിച്ചത് അപ്പച്ചനായിരുന്നു. (1976) നവോദയ എന്ന സ്വന്തം സ്റ്റുഡിയോ സ്ഥാപിച്ച അപ്പച്ചൻ വെറും 11 സിനിമകൾ മാത്രമേ നവോദയയുടെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ളൂ. വമ്പൻ സെറ്റുകൾ, വൻ താരനിര, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയായിരുന്നു നവോദയയുടെ മുഖമുദ്രകൾ. മലയാളത്തിലെ സാഹസികനായ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അപ്പച്ചനാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ 70mm ചലച്ചിത്രമായ പടയോട്ടം നിർമ്മിച്ചത്. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പൂവും നിർമ്മിച്ചത് അപ്പച്ചനാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ മെഗാ ടെലിവിഷൻ സീരിയലായ ബൈബിൾ കി കഹാനിയ നിർമ്മിച്ച അപ്പച്ചൻ 4 സിനിമകളും സംവിധാനം ചെയ്തു. 2010 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം നൽകി കേരളം ആദരിച്ചു. റിസർച്ച് ഡെസ്ക് 24. ന്യൂസിലേക്ക് തിരികെ. കൊല്ലം പരവൂരിലെ APPS അനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ പരവൂർ കോടതിയിലെ DDP അബ്ദുൾ ജലീൽ, APP ശ്യാം കൃഷ്ണ എന്നിവർ അറസ്റ്റിൽ. ഇന്നലെയാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പരവൂർ കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. മാനസിക സമ്മർദ്ദവും ജോലി സമ്മർദ്ദവും താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തെന്നാണ് കേസ്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI. കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ജസ്നയുടെ പിതാവ് നൽകിയ തടസ്സ ഹർജി പരിഗണിക്കവേ തിരുവനന്തപുരം CGM കോടതിയിലാണ് CBI നിലപാട് വ്യക്തമാക്കിയത്. ജസ്നയുടെ പിതാവിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി എഴുതി നൽകണമെന്ന് CBI കോടതിയിൽ ആവശ്യപ്പെട്ടു. സീൽ ചെയ്ത കവറിൽ തെളിവുകൾ ഹാജരാക്കാൻ ജസ്നയുടെ പിതാവിന് കോടതി നിർദ്ദേശം നൽകി. ഹർജിയിൽ മെയ് 5-ന് വിധി പറയും. ന്യൂസ് പൂർത്തിയാകുന്നു.